എമ്പുരാൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് രണ്ട് ക്യാരക്ടേഴ്സിനാണ് ചെയ്യുന്നത്, ജിജു ജോൺ അതുപോലെ നൈല ഉഷ. ജിജു ജോൺ ലൂസിഫറിൽ അവതരിപ്പിച്ച സഞ്ജീവ്, അതുപോലെ നൈല ഉഷ അവതരിപ്പിച്ച അരുന്ധതി. ഇവർ രണ്ടുപേരും NPTV എന്ന ചാനലിലെ പ്രവർത്തകരാണ്. NPTV എന്ന ചാനലിലെ CEO ആണ് സഞ്ജീവ്, അതുപോലെ ചീഫ് എഡിറ്റർ ആണ് നൈല ഉഷ. സമകാലീന പ്രസക്തിയുള്ള ഒരു രീതിയിലാണ് പൃഥ്വിരാജ് അതിനെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്, ആ ചാനലിന്റെ കാര്യങ്ങളെല്ലാം. അതായത് ചാനലുകളെല്ലാം ബയാസ്ഡ് ആയിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള വാർത്തകൾ മാത്രം പടച്ചുവിടുന്ന പോലെയുള്ള രീതിയിലാണ് ലൂസിഫർ സിനിമയിൽ ഈ ചാനലും കാണിക്കുന്നത്. ആര് ഫണ്ട് ചെയ്താലും അവർക്ക് അനുകൂലമായിട്ടുള്ള രീതി. ഇപ്പൊ നമ്മൾ ഈ സിനിമയിൽ കണ്ടു, ആദ്യം ഇവര് മേടയിൽ രാജൻ അല്ലെ, മണപ്പാട്ടിൽ ചാണ്ടിക്ക് വേണ്ടിയുള്ള രീതിയിലുള്ള വാർത്തകൾ കാണിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി വരുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി പറയുന്നുണ്ട് അതിനെപ്പറ്റി. അതായത് ഇനി മഞ്ജു വാര്യറും അതുപോലെ ജിതിൻ രാമദാസ്, മഞ്ജു വാര്യരും ടൊവിനോയും ചെയ്യുന്ന കഥാപാത്രങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇനി ചാനലിൽ കാണിക്കാവുള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റ് പൃഥ്വിരാജ് ഇപ്പോഴത്തെ സമകാലീന രീതിയിലുള്ള വാർത്താ ചാനലുകൾ എങ്ങനെയായിരിക്കുന്നു അത് തന്നെയാണ് പഠിച്ചുവിട്ടിരിക്കുന്നത് ഇതിനകത്ത് അല്ലെ. മുരളിഗോപുരം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് നമുക്ക് അതിൽ കാണാൻ പറ്റും. കാരണം ആരും പേടിക്കാതെ ഇന്നത്തെ സമൂഹത്തിലുള്ളതൊക്കെ അതേപടി പ്രേക്ഷകരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതായിട്ട് തൂലികയായിട്ട് മുരളിഗോപി തീർച്ചയായിട്ടും അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സഞ്ജീവ് കുമാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആദ്യം നമുക്കൊരു സീനിൽ ബോബി ആയിട്ടുള്ള ഒരു സംഭാഷണം കാണാറുണ്ട്. അപ്പൊ ബോബിയാണ് അത്രയും കാലം അവരെ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ലോസിൽ ഫണ്ട് ചെയ്യാന്നൊരു വാക്ക് കൊടുത്തത് ബോബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അവർക്ക് അനുകൂലമായിട്ട് അവർ അത്രയും കാലം പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു. ശേഷം ബോബി ഇല്ലാതാവുന്നതോറും അല്ലെങ്കിൽ ബോബിക്ക് നിന്ന് ആ ഫണ്ടിങ് കിട്ടില്ല എന്ന് കാണുമ്പോൾ സ്റ്റീഫൻ വരുന്നു, ഒരു 45 crores കൊടുത്തിട്ട് ഇവരുടെ കടങ്ങളൊക്കെ വീട്ടുന്നതോടുകൂടി പിന്നെ സ്റ്റീഫനായി ഇവരുടെ ഈ പറയുന്ന ഫണ്ട് നേരെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് സ്റ്റീഫന് മനസ്സിലാവുന്നു ഇങ്ങനെ വാർത്താ ചാനലുകളുടെ പുറകെ സ്റ്റീഫൻ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. തീർച്ചയായിട്ടും. കാരണം നമുക്ക് അതിൽ തന്നെ വ്യക്തമായിട്ട് അത് അവർ കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു ലേഡി വന്നിട്ട് സ്റ്റീഫന്റെ ആശ്രയത്തിൽ താമസിച്ച ഒരു പെൺകുട്ടി വന്നിട്ട് ജസ്റ്റ് ഒരു മൊഴി കൊടുക്കുമ്പോഴേക്കും ജനങ്ങളടക്കം നേരെ അത്രയും കാലം സ്റ്റീഫന് സിന്ദാബാദ് വിളിച്ച ആൾക്കാരടക്കം ആ ഒരു മീഡിയയിലേക്ക് വന്ന ഒരൊറ്റ ന്യൂസിന്റെ ബേസിസിൽ നേരെ സ്റ്റീഫനെതിരെ തിരിയാണ് നമ്മൾ കാണുന്നത്. അതേ ലേഡി തന്നെ വന്ന് നേരെ തിരിച്ചു പറയുമ്പോൾ പറഞ്ഞ ആൾക്കാർ വീണ്ടും മാറുന്നു. ഇത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നോർമലായിട്ട് കാണുന്ന ഒരു സംഭവം തന്നെയാണ്. മീഡിയ എന്ത് പറയുന്നു അത് തന്നെയായിരിക്കും നമ്മളെല്ലാവരും ജനങ്ങളിലോട്ട് എത്തുന്ന ഒരു വിഷയം. അതിന്റെ ഒരു മീഡിയയുടെ ഇൻഫ്ലുവൻസ് ജനങ്ങളിൽ അല്ലെങ്കിൽ പ്രേക്ഷകരിൽ എത്രമാത്രം ഉണ്ടെന്നുള്ളത് മുരളിഗോപിയുടെ എഴുത്തിലൂടെ പൃഥ്വിരാജ് ആളുടെ സ്കിൽ ഉപയോഗിച്ചിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. നൈല ഉഷയുടെ ആദ്യത്തെ പടം എന്ന് പറയുന്നത് കുഞ്ഞനന്ദന്റെ കടയാണ്. മമ്മൂട്ടിയുടെ കൂടെ 2013 സലീം അഹമ്മദിന്റെ തിരക്കഥയിലും സംഭാഷണത്തിലും സംവിധാനത്തിലും പുറത്തിറങ്ങിയ കുഞ്ഞനന്ദന്റെ കടയാണ് നൈല ഉഷയുടെ ആദ്യത്തെ പടം എന്ന് പറയുന്നത്. നൈല ഉഷയ്ക്ക് അധികം ആരും അറിയാത്ത ഒരു സിനിമാ ബന്ധം കൂടിയുണ്ട്. ജിഷ്ണു രാഘവനെ അറിയാലോ നിങ്ങൾക്ക്? നമ്മളിലൂടെ പ്രേക്ഷകന്റെ മനസ്സിലേക്ക് കുടിയേറി പാർത്ത ജിഷ്ണു അകാലത്തിൽ വിട പറഞ്ഞും പോയി. പുള്ളിയുടെ അച്ഛൻ എന്ന് പറയുന്നത് രാഘവൻ എന്ന് പറയുന്ന മലയാളത്തിലെ വലിയൊരു നടനായിരുന്നു. പ്രേംനസീറിന്റെ ഒക്കെ കാലത്ത്, പ്രേംനസീർ കഴിഞ്ഞ ശേഷം സുകുമാരന്റെ കൂടെയൊക്കെ വന്ന രാഘവൻ, പുള്ളിയുടെ മകനാണ് ജിഷ്ണു രാഘവൻ. അവരുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണ് നൈല ഉഷ. പിന്നീട് വന്ന പല സിനിമകളിലും മമ്മൂട്ടിയുടെ തന്നെ ഗാങ്സ്റ്റർ, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള സിനിമകളിലും നൈല ഉഷ മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നു. പുണ്യാളൻ ഗർഭത്തീസില്. പക്ഷെ നൈല ഉഷയ്ക്ക് പൂർണ്ണമായും ഒരു മാസ് അപ്പീലോ ഒരു കൊമേഴ്ഷ്യൽ നായികയുടെ ഏറ്റവും തികവാർന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ കൊണ്ടുപോകാൻ സാധിച്ചതെന്ന് പറയുന്നത് പൊറിഞ്ചു മറിയം ജോസ് എന്ന സിനിമയിലാണ്. നൈല ഉഷ തന്റെ കരിയറിൽ നേടിയ മിക്ക അവാർഡുകളും ഈ പൊറിഞ്ചു മറിയം ജോസഫിന്റെ സംഭാവനയായിരുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത് ജിജു ജോണിനെ കുറിച്ചാണ്. അധികമാരും സംസാരിക്കാത്ത, അധികമാരും പുകഴ്ത്താത്ത ഒരു നടനാണ് ജിജു ജോൺ. പക്ഷെ തന്റെ ഘനഗംഭീരമായ സൗണ്ട് കൊണ്ടും അതേ തികവാർന്ന ഒരു അഭിനയ സാധ്യതയാർന്ന കണ്ണുകളും ചുണ്ടുകളും ചിരികളും എല്ലാം ഒത്തിണങ്ങിയ ഒരു നടനാണ് ജിജു ജോൺ. അല്ല, ജിജു ജോൺ എനിക്ക് തോന്നുന്നു അധികം സിനിമയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് കാണുന്ന ലൂസിഫറിലാണ് തോന്നുന്നത്. സിനിമയിലൊന്നുമില്ല. പുള്ളി എന്ന് പറയുന്നത്, പുള്ളിന്റെ ഡെബ്യൂ പടം എന്ന് പറയുന്നത് 2011 ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് പടമായിരുന്നു ലവ് റിങ്കിൾ ഫ്രീ എന്നുള്ള പടത്തിലൂടെയായിരുന്നു പുള്ളി ആദ്യമായി വെളിത്തിരിയിലേക്ക് വരുന്നത്. ഒരു കപ്പിൾസിന്റെ ഇടയിൽ, ഒരു അഡോപ്റ്റഡ് കിഡ്, ഓൾറെഡി ഒരു അഡോപ്റ്റഡ് കിഡുള്ള കപ്പിൾസിന്റെ ഇടയിൽ അവരുടെ സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് വെച്ച് ഉണ്ടാക്കിയ ഒരു ഇംഗ്ലീഷ് പടത്തിൽ ലവ് റിങ്കിൾ ഫ്രീ. അധികം ആർക്കും കേട്ടിട്ടുണ്ടാവില്ല. ആ സിനിമയിലൂടെയാണ് പുള്ളി വെളിത്തിരിയിലേക്ക് വരുന്നത്. അതിനുശേഷം പുള്ളിക്ക് ഏറ്റവും ശ്രദ്ധ നേടിക്കൊടുത്ത പടം എന്ന് വെച്ചാൽ രണം. 2018 പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള രണമാണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ നേടിക്കൊടുത്തത്. അതിനുശേഷം കുമാരി എന്നുള്ള സിനിമയിൽ അഭിനയിച്ചു. പല സിനിമകളും മുഖം കാണിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി ഇന്ന് നിൽക്കുന്നത് നല്ലൊരു പൊസിഷനിലാണ്. പുള്ളി തന്റെ ആദ്യം അഭിനയ ജീവിതത്തിൽ കാണിച്ച പല പോരായ്മകളും നികത്തി പുള്ളി ഒരു മികച്ച നടനിലേക്ക് പുള്ളി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഏറ്റവും മികവുറ്റ ഭാഗം നമുക്ക് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് എമ്പുരാനിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. കാരണം പുള്ളി അത്രത്തോളം റേഞ്ചുള്ള ഒരു നടനാണ്. ജിജു ജോർജിന്റെയും അരുന്ധതി എന്ന് പറയുന്ന നൈല ഉഷയുടെയും ക്യാരക്ടർ ഈ എപ്പോഴും കപ്പിൾസ് ആണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയതുകൊണ്ട് തന്നെ ഒരു കോമ്പിനേഷൻ സീൻ ആയിരുന്നു ഇവർക്കായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നു നൈല ഉഷയുടെ ആദ്യത്തെ ലാലേട്ടനായിട്ടുള്ളൊരു സീനും ഈ പടത്തിൽ തന്നെയായിരുന്നു. ആ ഒരു
സ്റ്റീഫൻ ഷേർട്ടിൽ ചോര എന്ന് പറയുന്ന ഒരു നല്ലൊരു dialogue ആയി വരാം. ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഡയലോഗുള്ള ഒരു സീനായിരുന്നു. സ്റ്റീഫൻ ഷർട്ടിൽ ചോര. കർഷകനല്ലേ മാഡം, ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ. അത് സ്റ്റീഫൻ വന്ന് അവരുടെ ലൈഫിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു എമ്പുരാൻ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവർക്ക് രണ്ടുപേർക്കും ചെറിയൊരു റോള് മാത്രമേ എമ്പുരാനിലും ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുള്ളൂ. കാരണം കൂടുതലും നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന പടം ആ ഒരു ഫ്രാഞ്ചൈസി, ഈ ലൂസിഫർ ഫ്രാഞ്ചൈസിലെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള എമ്പുരാനിൽ അവർ ഡീൽ ചെയ്യുന്നത് കൂടുതലും പൃഥ്വിരാജ് അല്ലെങ്കിൽ ഈ മോഹൻലാലിന്റെ ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന അതാണ് ഖുറേഷി അബ്രഹാമിന്റെ കഥകളായിരിക്കും ഇവർ ചാനലിലൂടെ കൂടുതലും വരാൻ ചാൻസ് ഉണ്ട്. ചാൻസ്. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ എന്ന് പറയുന്ന ആൾ കുറവായതുകൊണ്ട് അവർക്കുള്ളത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കണം. കാരണം സ്റ്റീഫൻ ഇവരായിട്ടുള്ള ലിങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റീഫൻ മാറി ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇനി ഖുറേഷി അബ്രഹാമിനെ നമുക്ക് കാണാൻ പറ്റും. അത് നല്ല അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. വിചാരിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നല്ല മച്ച് ബെറ്റർ ആയിട്ടുള്ള ആക്ടേഴ്സും അവരെന്തായാലും ഈ സീരീസിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു നല്ലൊരു ക്യാരക്ടർ റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു റോൾ തന്നെയായിരിക്കും. നമുക്ക് കണ്ടു നോക്കാം.